ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്നായ എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തു യേശുവിൽ സ്നേഹമെന്ന് അറിയിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഒന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുക. അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനും പദ്ധതിയുമാണ്. പലപ്പോഴും ക്രിസ്തീയ സഭകളെന്ന് പറയുമ്പോൾ ചിലർക്ക് വ്യത്യസ്തമായ ചിന്താഗതികളൊക്കെ വരാം. എന്നാൽ പൊതുവെ സംഘടനകളായിട്ടോ അല്ലാതെയോ ഒക്കെ കൂടി വരുന്നവരുണ്ട്. എല്ലാവരും ഈ പേരിലാണല്ലോ കൂടി വരുന്നത്. പക്ഷേ ഈ പൊതുവെ ക്രിസ്ത്യാനികൾ അവർ ഒരിക്കലും ഒരു ഐക്യതയുടെ വെളിച്ചത്തിലല്ല മുന്നോട്ട് പോകുന്നത്. അവരെവിടെയോ ഒക്കെയോ പാളിപ്പോകുന്നതായ അവസ്ഥ കാണും. പലർക്കും ആദ്യമുണ്ടായിരുന്ന സ്നേഹം തന്നെ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് സ്നേഹമുണ്ടെങ്കിലും ഒത്തുകൂടായ്മയ്ക്കൊരു ഒരു വിഷമം. മൂന്നാമത് ഇതെന്തിനാണെന്നുള്ള ഒരു ചിന്താഗതി. പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിച്ചും പിടിച്ചൊക്കെയാണ്. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഒരാൾ മാത്രം. ആരാണെന്നുള്ളത് നിങ്ങൾക്കറിയാം. തൊട്ട അയൽവാസിയല്ല, അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന വിഭാഗങ്ങളൊന്നുമല്ല. അതായത് എപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുന്ന പിശാച് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടല്ലോ, ഇനി എന്താ പേടിക്കാനിരിക്കണേ എന്നൊക്കെയാ. എപ്പോൾ ആ വായെന്ന് ആ വാക്ക് വീണോ അപ്പം തന്നെ എന്തുണ്ട്? കൂടെ അടുത്ത് ചേർന്നിരിക്കുന്ന ഒരാളുണ്ട്. അതാണ് പിശാച്. അതെപ്പോഴും എല്ലാത്തിനും കലകവും കാരണവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്നറിയാമോ? നിങ്ങളെ യഥാർത്ഥ സത്യദൈവത്തിൽ നിന്ന് അകറ്റുക എന്നുള്ള ഒരൊറ്റ പണിയാണ് ആർക്കുള്ളത്? പിശാചിനുള്ളത്. പലപ്പോഴും അത് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇന്നത്തെ ചിന്തയിലൂടെയൊക്കെ ചില കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തുവാനുണ്ട്. കൊരിന്ത്യർ ലേഖനം എടുക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 1-10 തിരുവചനം വായിക്കാം. 9-10 ചേർന്ന് വായിച്ചാലും കുഴപ്പമില്ല. 10 തിരുവചനത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. 10 തിരുവചനം 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 1-10 വാക്യം. അവിടെ പറയുന്നത് ഇതാണ്: ഒരു കാര്യത്തിൽ ഞാൻ ഇവിടെയുള്ള എല്ലാവരെയും ബഹുമാനിക്കുന്നു. എന്നാ കാരണം എന്നറിയാമോ? ഇതൊന്നും ഇതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ലല്ലോ. പിന്നെ എന്തിനാ ഇതിപ്പോൾ വായിക്കാൻ നിന്നിട്ട് എന്താ പ്രയോജനം? വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ബൈബിൾ തന്നെ പറയുന്നു. വെളിപ്പാട് 1-3 വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വായിക്കുന്നവനും കേൾക്കുന്നവനും എല്ലാം ആരാ? നിങ്ങൾ വാക്യത്തിൻ്റെ ആ ഇതിലൊന്നും പെട്ടതല്ല. കാരണം വെച്ചാൽ സ്ത്രീകളെ വേറെ തിരിച്ചു നിർത്തിയേക്കുകയാണല്ലോ ഇവിടെ എന്ന് തോന്നുന്നുണ്ടാവും. എങ്ങനെയൊന്നും തിരിച്ചു നിർത്തിയതല്ല. തൽക്കാലം വായനയ്ക്ക് സഹോദരന്മാരുണ്ടല്ലോ. കുറച്ച് മുമ്പ് പറഞ്ഞു വായിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ എന്ന് സുന്ദർ സാർ പറയില്ലേ. അത് ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ പല കാര്യങ്ങളുണ്ടല്ലോ. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക. അവിടെ പറയുന്നത് ഇതാണ്, ഞാൻ തന്നെ വായിക്കാം, കേൾപ്പിക്കാം. അവിടെ പറയുന്നു: സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണമെന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം 1-ാം ലേഖനത്തിൽ തന്നെ രേഖപ്പെടുത്തുക. പ്രിയമുള്ളവരെ, ഇതെന്താണ്? പലപ്പോഴും നാം ചിന്തിക്കുന്നത് പോലെയല്ല. നമ്മൾ ഒന്നായിരിക്കാൻ വിസമ്മതം കാണിക്കുന്നവരാണ്. അതുപോലെ തന്നെ ഇവിടെ ഒന്ന് തന്നെ സംസാരിക്കുന്ന കാര്യത്തിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഇവിടെ ഭിന്നതയാണ് കാണുന്നത്. ഭിന്നത എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്നറിയാമോ? ഗ്രീക്കിൽ പറയുന്ന ആ വാക്ക്. അത് മനസ്സിലാകുവാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. മത്തായി 9:16, മർക്കോസ് 2:21 ഏത് ഭാഗം എടുത്ത് വായിച്ചാലും പറയുന്ന ഒരേ കാര്യം തന്നെയാണ്. മത്തായി 9:16 വരാം. 9:16 വരുമ്പോൾ എന്ത് പറയുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. മത്തായി 9:16 അല്ലെങ്കിൽ മർക്കോസ് 2:21 ഏത് വേണമെങ്കിലും വായിക്കാം. വായിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. 2:21 തിരുവചനം. അവിടെ പറയുകയാണ്, പഴയ വസ്ത്രത്തിൽ കോടി തുണി
ഖണ്ഡം ആരും ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാൽ ചേർത്ത പുതുക്കണ്ഠം പഴയതിൽ നിന്ന് വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വലുതായി തീരും. ഇവിടെ ചീന്തുക എന്നുള്ള വാക്കാണ് രണ്ട് ഭാഗത്തും അത് നമ്മളെ ഗ്രീക്ക് പദത്തിൽ വരുന്നത് ചീന്തുക എന്നുള്ള ആ പ്രയോഗമാണ്. അപ്പം ചീന്തുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? ഭിന്നത എന്ന അർത്ഥം വരികയാണ്. ഭിന്നത. ഇപ്പം എന്താണ്? സഭയിൽ ഭിന്നത. സഭയെ ചീന്തുകയാണ്. സഭയിൽ ഭിന്നത വരികയാണ്. ഭിന്ന ചിന്താഗതിക്കാരായി മാറുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്തേക്ക് തന്നെ വരുമ്പോഴാണ് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ പറയുന്നത് മനസ്സിലാക്കുക. ഇവിടെ പറയുന്നു, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. ഇന്ന് സഭാ പ്രാരംഭം മുതൽ ഇന്നോയോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭിന്നതയും ഈർഷയും ആണ് എന്നുള്ളതാണ്. അത് ചിന്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രാരംഭത്തിലുള്ള സഭയുടെ ആ തനിമ വിട്ടുപോയിരിക്കുകയാണ്. ആ യഥാർത്ഥ വിശ്വാസം, യഥാർത്ഥ കൂട്ടായ്മ വിട്ടുപോയിരിക്കുകയാണ്. ഇവിടെ ഓരോ വിഭാഗങ്ങളായി മാറി മാറി ചീന്തി പല ചെലവിടുക്കന്മാർ പറയണത് അത് വളരും തോറും പിളരും തോറും ഏതാ നമ്മുടെ കരുണാകരൻ സാറ് പറഞ്ഞ പോലെ മരിച്ചുപോയ വളരെ കോൺഗ്രസിൻ്റെ ഒരു കാര്യം പറയുമ്പോഴേ വളരും തോറും അത് ബൈബിളൊന്നും അതല്ല പറയുന്നത്. ഇങ്ങനെ ചീന്തൽ സംഭവിക്കുമ്പോൾ നിങ്ങളെ കണ്ട് ഒരു വ്യക്തി പോലും പുറമേ നിന്ന് ഇതൊരു നല്ല കൂട്ടായ്മയാണല്ലോ, ഇത് സത്യസന്ധമായ ഒരു പ്രവൃത്തിയാണല്ലോ, ഇത് സത്യസന്ധമായി നിലനിൽക്കുന്ന ഒന്നാണല്ലോ, ഇത് ആരിൽ കൂടിയാണ് ഇവർ പഠിച്ചത്, ആരിൽ കൂടിയാണ് ഇവർ നിലനിൽക്കുന്നത് എന്ന് നോക്കിക്കണ്ട് അടുത്തു വരുവാനിടയായിത്തീരണം. പലപ്പോഴും അതിനുള്ള ഇടയൊന്നും നമ്മുടെ കൂട്ടായ്മകളിൽ ഇല്ല. എന്നാ കാരണം? 10 കൂടി അത് കഴിഞ്ഞ് കഴിയുമ്പോൾ 10 കഴിയുമ്പോൾ 9 ആവും. പിന്നെ 9ാമത്തത് വേറെ ഒന്നിലേക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് നിൽക്കുന്നത്? സഭയെ ഭിന്നിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭിന്നത എന്നുള്ള വാക്കിന് ചീന്തൽ എന്ന് അതാ ഞാൻ മർക്കോസ് 2:21 പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇവിടെ നോക്കൂ. അങ്ങനെ പറയുമ്പോൾ തന്നെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. 9ാം വാക്യം പറയുമ്പോൾ അവിടെ പറയുന്നത്, തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. നിങ്ങൾ അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനാണ്. നമുക്ക് വിശ്വാസക്കുറവുണ്ടാകാം, നമുക്ക് വിശ്വസ്തത കുറവും ഉണ്ടാകാം. പക്ഷേ നമ്മളെ ഇതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മെ ഇതിലേക്ക് ചേർത്തി പണിതുകൊണ്ടിരിക്കുന്ന ആത്മാവ് അത് ഒന്ന് തന്നെയാണ് സംസാരിക്കുന്നത്. ഭിന്നതയിൽ സംസാരിക്കാറില്ല, പിന്നെ വാക്കുകളില്ല, ഭിന്നിപ്പാനല്ല, പിന്നെയോ ചേർത്ത് പണിയുവാനാണ്. പലപ്പോഴും നമുക്കത് മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ നോക്കൂ. എന്നിട്ട് പറയുകയാണ്, അവൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ദൈവം വിശ്വസ്തനല്ല എന്ന് തോന്നുമെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ നിങ്ങൾ പുസ്തകം എടുത്ത് പൊക്കോളൂ. കാരണം എന്താണെന്നറിയാമോ? നിങ്ങളിവിടെ ഇരുന്നിട്ട് കേവലം ഇവിടെ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളും നടന്നിട്ട് അത്യാവസാനം കൊണ്ടുവന്ന ഒരു സെമിത്തേരി പണിതിട്ടുണ്ട്. ആ സെമിത്തേരിക്ക് അകത്ത് പോകാൻ അതിൻ്റെ പെർമിഷൻ കിട്ടാൻ കാലങ്ങളായിട്ട് ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് നടന്ന സഹോദരന്മാരോട് ഇരിക്കേണ്ടത് അതിലേക്ക് മാത്രമാണ് നിങ്ങളുടെ കണ്ണെങ്കിൽ തെറ്റിപ്പോയി. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് എവിടെയെങ്കിലുമൊക്കെ അടക്കിക്കോളും. ചിലപ്പോൾ അവിടെ അടക്കാൻ സാധ്യത ഉണ്ടായിക്കൊള്ളണമെന്നും നിർബന്ധമില്ല. എത്രയോ പേര് വെള്ളത്തിൽ പെട്ടുപോയിരിക്കണം, എത്രയോ പേര് തീയിൽപ്പെട്ടു പോയിരിക്കണം, എത്രയോ പേര് കാറ്റിൽ പോയി പെട്ടിരിക്കുന്നു, എത്രയോ പേരെ കാണാതെയായിട്ട് ഇന്നും കാണാതെയായിട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കുക. സെമിത്തേരിയേക്കാൾ വലുത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവാണ്. ആ ആത്മാവിനെയാണ് ഇവിടെ ചേർത്ത് പണിയേണ്ടത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ് ആ കാര്യം. എന്നിട്ട് അതിൻ്റെ ബാക്കി ശേഷം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന കാര്യം എന്താണ്? നിങ്ങളിൽ ഓരോരുത്തൻ, ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ, എന്നിട്ടോ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിൻ്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നു പോൽ. ഒരു കാര്യം മനസ്സിലാക്കുക, 4 പക്ഷത്തെക്കുറിച്ച് അവിടെ പറയുന്നു. എന്നാൽ അവിടെ ഒരു പക്ഷമുണ്ട്. ആ പക്ഷം ആരാണ്? ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണ്. എന്തുകൊണ്ടാണ്? ഇതൊരു വ്യക്തിയുടെ അല്ല സഭ. സഭ കർത്താവിൻ്റെ ആണെങ്കിൽ അത് കർത്താവിൻ്റെ സഭ തന്നെയാണ്. വേറെ ആരെങ്കിലും സഭയാണോ?
ആണോ? അല്ല. കേഫാവിൻ്റെ ആണോ? അപ്പൊല്ലോസിൻ്റെ ആണോ? അല്ല. ഇവരെല്ലാം ശുശ്രൂഷക്കാരാണ്. ഇവരെല്ലാം ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്കുള്ള പ്രതിഫലം കൊടുക്കുന്നത് കർത്താവാണ്. അതായത് സഭ എന്ന് പറയുന്നത് കർത്താവിൻ്റെ സഭയാണ്. പലപ്പോഴും ഇത് തെറ്റിദ്ധരിക്കുക ആളുകൾ. ഇത് സുന്ദർ സാറിൻ്റെ സഭയാണെന്ന് വിചാരിച്ചു വെച്ചാണ്. തെറ്റിപ്പോയി. തമ്പി സാറിൻ്റെ സഭയാണെന്നും പറഞ്ഞാണോ ഇരിക്കണേ? അവിടെയും തെറ്റിപ്പോയി. ഇനി ഇവിടെ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ ആരെങ്കിലും സഭ ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കണ്ടോ? അവിടെ അധികം കൂടുതലും തെറ്റിപ്പോയി. പ്രിയമുള്ളവരെ, ഇവിടെ വിവിധ പക്ഷങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക. അന്നുമുണ്ട് ആരുണ്ട്? ക്രിസ്തുവിൻ്റെ ഒരു വിഭാഗമുണ്ട്. ഇന്നുമുണ്ട് ആരുണ്ട്? കർത്താവിൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ കർത്താവിൻ്റെ പക്ഷത്തേക്ക് മാത്രമാണ് ക്രിസ്തു സഭയിലായിരിക്കുന്ന സുവിശേഷകരും അല്ലാത്ത പ്രസംഗികളും ഒക്കെ ആഹ്വാനം ചെയ്യുന്നത്. വേറൊരു സഭയിലേക്കല്ല. നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ള സഭകളൊക്കെയും പലതും പറയും, പലതും ഉണ്ട് എങ്കിൽ പോലും ആ കാര്യത്തിലേക്കല്ല ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ നോക്കുക, ആ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് ആയിരിക്കുന്നവരെ കുറിച്ച് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലൻ പറയുന്നത്. 10-ാം വാക്യം പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും അത് നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. യോജിച്ചിരിക്കാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും എങ്ങനെയാണ് യോജിച്ചിരിക്കുന്നത്? ഭർത്താവ് ഭാര്യയോട് ചേർന്നിരിക്കുന്നത് പോലെ. ചില സമയത്ത് ചില വീടുകളിൽ കാണുമ്പോൾ രണ്ടുപേരും ചേർന്ന് എങ്ങനെ ഇരിക്കുന്നത് കാണാം, ഒരുമിച്ചിരിക്കുന്ന ആ സാധ്യത കാണാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഭർത്താവ് ഭാര്യയോട് ചേർന്നിരിക്കുന്നത് പോലെ എന്ന് പറയുമ്പോൾ തലയോടിനോട് നമ്മളുടെ കണ്ണ് ചേർന്നിരിക്കുന്നത് പോലെ, തലയോട്ടിനോട് നമ്മളുടെ ചെവി ചേർന്നിരിക്കുന്നത് പോലെ ഒരു പടയാളി അത് നമ്മൾ മനസ്സിലാക്കുക. അവൻ്റെ അരക്കച്ച മുറുക്കി കെട്ടുമ്പോൾ ഏത് രീതിയിൽ ചേർന്നിരിക്കുന്നുവോ അതുപോലെ നമുക്ക് ചേർന്നിരിക്കാൻ കഴിയുണ്ടോ എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. പലപ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കുകയോ ചേർന്നിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. എന്നാൽ സഭ ഒന്നിച്ചിരിക്കണം, ഒന്ന് തന്നെ സംസാരിക്കണം എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു. അപ്പോസ്തലൻ പറയുമ്പോൾ അതിക്ക് മുമ്പായിട്ടൊരു പാഠം ഉണ്ടല്ലോ, നമുക്ക് അതിക്ക് മുമ്പായിട്ടൊരു കാര്യം ഉണ്ടല്ലോ. കർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കുക. പ്രിയമുള്ളവർ, കർത്താവ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ വലിയൊരു പ്രാർത്ഥനാ യജ്ഞം അവിടെ കാണാൻ കഴിയാം. അത് ആർക്ക് വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു വെച്ചാൽ തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് വേണ്ടി, ഇന്നയോളം സഭയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയും, ഇന്നയോളം നാളെയും സമയം കർത്താവ് വരാൻ താമസിക്കുന്നുവെങ്കിൽ നാളെ ആയിക്കോട്ടെ, ആ സമയം വരെ ക്രിസ്തുവിൻ്റെ സഭയിലേക്ക് വരുവാൻ ഇരിക്കുന്നവർക്കും വേണ്ടിയാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, കർത്താവ് പ്രാർത്ഥിക്കാൻ ഏതെല്ലാം സന്ദർഭം ഉപയോഗിച്ചു. 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ. അത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ യജ്ഞം നമുക്ക് കാണാം. 40 ദിവസം നീണ്ട ഒരു യജ്ഞം കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 9 മുതൽ വായിക്കുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയുടെ ഒരു മോഡൽ നമുക്ക് തന്നിരിക്കുകയാണ്. ഒരു മോഡൽ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച്. വീണ്ടും കർത്താവ് നമുക്കറിയാം, മരുഭൂമിയിലൂടെ നടന്ന് അത് വളരെ പ്രയാസപ്പെട്ട് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് വിശക്കുന്നു എന്ന് പറയുന്നു, അവർ തളർന്നു പോകുന്നു എന്ന് ശിഷ്യന്മാർ പറയുന്നു. അപ്പോൾ ഒരു കാര്യമുണ്ട്, അവരെയൊക്കെ ഇരുത്താൻ പറയുന്നു. അപ്പമെടുത്ത് അത് ദൈവത്തിന് സ്തോത്രം ചെയ്ത് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അത് നുറുക്കി കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം, അത് ലാസറിൻ്റെ കല്ലറയ്ക്കൽ പോയി കർത്താവ് പിതാവിനോട് യാചിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പായി കർത്താവ് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം, അത് കർത്താവ് പ്രാർത്ഥിച്ച എല്ലാ സന്ദർഭങ്ങളിലും ഒരു കാര്യമുണ്ട്, ഗെത്സമന തോട്ടത്തിൽ വെച്ച് കർത്താവ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നതായിട്ടുള്ള കാര്യം നമുക്ക് കാണാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് അതിൻ്റെ അവസാനം വരുന്നതിന് മുമ്പേ കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഭാഗമാണ് ഈ 17-ാം അധ്യായം. പലപ്പോഴും നമ്മളതൊക്കെ വെറുതെ വായിച്ചു വിടുകയാണ് ചെയ്യുന്നത്. ആ 17-ാം അധ്യായത്തിൽ നമ്മെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് നോക്കുക. ആ 17-ന്റെ ആദ്യ ഭാഗത്ത് വരുമ്പോൾ പറയുന്നത്, ഇത് സംസാരിച്ചിട്ട്
യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്തെന്നാൽ പിതാവേ നാഴിക വന്നിരിക്കുന്നു. കർത്താവിൻ്റെ നാഴിക വരുമ്പോൾ അത് പിതാവേ നാഴിക വന്നിരിക്കുന്നു. 5-6 പ്രാവശ്യം പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്ന് ഈ ഭാഗത്ത് പറയുകയാണ്. 17-ാം അധ്യായത്തിൽ മാത്രം പറയുകയാണ് പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ പറയുക. എന്നിട്ട് വീണ്ടും നമുക്ക് നോക്കുക, അവിടെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്ന കാര്യം നോക്കുക. ഇനി ഞാൻ ലോകത്തിൽ ഇരിക്കുന്നില്ല, ഇവരോ ലോകത്തിൽ ഇരിക്കുന്നു, ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ, ശിഷ്യന്മാരെ കാത്തുകൊള്ളണമേ എന്നുള്ള അപേക്ഷയാണ്, പ്രാർത്ഥനയാണ് കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു ഭാഗം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അവിടെ പറയുന്ന കാര്യം ഇതാണല്ലോ, അവർ നമ്മെ പോലെ ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ അത് അവരെ പോലെ തന്നെ, അല്ലെങ്കിൽ ഞാനും പിതാവും ഒന്നായിരിക്കുന്നു അതുപോലെ തന്നെ അത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരും അതേപോലെയാകേണ്ടതിന്, ഒന്നായിരിക്കേണ്ടതിന് പിതാവേ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അവിടെ അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമെന്നാണ് പ്രാർത്ഥന. നിന്റെ നാമത്തിൽ അവരെ എന്ത് ചെയ്യണം? കാത്തുകൊള്ളണം. പ്രിയമുള്ളവരെ, ഒരു വലിയ കാവൽ അതാ പറയുന്നത്. ഏത് ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരും സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിൻ്റെ ഒരു പരിപാലനവും കാവലും അവരുടെ മേലുണ്ട് എന്ന് മറന്നു പോകരുത്. കാരണം കഴുകൻ വട്ടം ചുറ്റുന്നത് പോലെ അത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിശാചെങ്കിൽ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മാടി ചേർത്ത് പിടിക്കുന്നത് പോലെ നമ്മെ കർത്താവ് ചേർത്ത് പിടിക്കുകയാണ്. ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല, കഴുകന് വിട്ടുകൊടുക്കില്ല. നമ്മളത് മനസ്സിലാക്കുക. ഇവിടെ നോക്കൂ, അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ അടുത്ത 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ശ്രദ്ധിക്കുക. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണം എന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ. ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം, പിശാചിൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തുകൊള്ളണം എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്ന പ്രാർത്ഥന എന്താണ്? ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഇവിടെ വിശുദ്ധീകരിക്കണമേ എന്നുള്ള വാക്കിന് മറ്റൊരർത്ഥം കൂടി കടന്നു വരുന്നുണ്ട്. സത്യത്താൽ അവരെ വേർതിരിക്കണമേ എന്നാണ്. അപ്പോൾ ഇവിടെ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പറയുകയാണ്. നിന്റെ വചനം സത്യമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ രണ്ടാമതായിട്ട് പ്രത്യേകമായി അപേക്ഷിക്കുന്ന എന്താണ്? സത്യത്താൽ അവരെ വേർതിരിക്കണം, അല്ലെങ്കിൽ സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം എന്ന് തന്നെയാണ്. എന്നിട്ട് പറയുക, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അത് കർത്താവ് വരാൻ പോകുന്ന സംഭവത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അത് തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നീ എന്നെ അയച്ചതുപോലെ അവരെയും ഞാൻ അയക്കുകയാണ്. അത് ശിഷ്യന്മാരെ പുറത്തേക്ക് അയക്കുമ്പോൾ അവർക്കുണ്ടാകാൻ പോകുന്ന ഭാവി ഭവിഷ്യത്തിനെ മനസ്സിലാക്കി അവിടെ നിന്ന് പ്രാർത്ഥിപ്പാനായിട്ട് ദൈവത്തോട് അപേക്ഷിക്കുന്ന അപേക്ഷയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എങ്കിൽ അത് എന്നിട്ട് പറയുകയാ. 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നു, ഇവർക്ക് വേണ്ടി മാത്രമല്ല ഇവരുടെ വചനത്താൽ. ആരുടെ വചനത്താൽ? അന്ന് അയക്കപ്പെട്ട ശിഷ്യന്മാരുടെ വചനത്താൽ. അത് പറയുകയാണ്, വിശ്വസിപ്പാൻ ഇരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. അപ്പോൾ ആർക്കൊക്കെ വേണ്ടി അപേക്ഷിക്കുന്നുണ്ട്? ഈ ഇരിക്കുന്ന നമുക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നുണ്ട്. നമ്മളും സുവിശേഷം പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ സുവിശേഷം കണ്ട് രക്ഷയിലേക്ക് വരുന്നവർക്ക് വേണ്ടിയും. അത് ഈ വാക്ക് അത് അർത്ഥാൽ ശരിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദൈവത്തോടുള്ള അത് പുത്രൻ്റെ അപേക്ഷകൾ എന്തെല്ലാം രീതിയിലായിരുന്നു, ഏതെല്ലാം പ്രാർത്ഥനകളായിരുന്നു എന്ന് നോക്കുക. എന്നിട്ട് പറയുന്നു 21-ാം വാക്യത്തിൽ, നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്. വിശ്വസിക്കണമെങ്കിൽ അവർ ഒന്നായിരിക്കണം. അവർ വിഘടനവാദികളായിരിക്കരുത്. ഒരാൾ പറഞ്ഞതുപോലെ അല്ല മറ്റൊരാൾ പറയുന്നതെന്ന് ആയിരിക്കരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ ലേഖന
ലേഖനത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ അത് പറയുമായിരുന്നു, അത് പത്രോസ് പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ യോഹന്നാൻ പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ യാക്കോബ് പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ? അവർ നമ്മെ പോലെ ഒന്നാകേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുകയാണ്, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന്. അത് ഒന്നായിരിക്കണം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? ആരാണ് ഈ ഒന്നാകണം എന്ന് പറഞ്ഞത്? പെട്ടെന്ന് വന്നിട്ട് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുന്ന കാര്യമല്ല. ഇത് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ പറയുന്ന കാര്യമാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഒന്നായിരിക്കണം. ഒന്നായിരിക്കാൻ കഴിയുന്നുണ്ടോ? ഒന്നായിരിക്കാൻ കഴിയുന്നുണ്ടോ? എന്താ കഴിയാത്ത? ഇന്നയോളം നിങ്ങൾ എവിടെ വേണമെങ്കിലും പരിശോധിച്ചോ. ഈ ഇവിടുത്തെ കാര്യമല്ല പറയണം, നമ്മളൊക്കെ ഒന്നായിട്ടിരിക്കണം. കാരണം കസേരകൾ ഇടയിൽ ഇട്ടിട്ടുണ്ട്. ഈ പള്ളിയിൽ ചിലപ്പോൾ ഇങ്ങനെ ഇടയിൽ കുറച്ച് വിടവ് കൊടുക്കും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ, ഞാൻ പറഞ്ഞതല്ല. പള്ളിയിൽ അവിടെ കിടക്കുന്ന കസേരയുടെ വിടവ് നോക്ക്. ഒരു കച്ചേര, അതിൻ്റെ അടുത്ത കച്ചേര, അതിൻ്റെ അടുത്ത കച്ചേര, അതിൻ്റെ അടുത്ത ഒറ്റ എണ്ണത്തിൽ ഒരാളുമില്ല. എന്താണെന്നറിയോ? മരിച്ചവർ അവരുടെ ആത്മാക്കളെ സഞ്ചരിക്കാനുള്ള ഒരു റൂട്ട് മാപ്പാണത്. യാക്കോബ് സഭയിൽ അങ്ങനെയൊരു സിസ്റ്റമുണ്ട്. അതിനുവേണ്ടി വേർതിരിച്ചിട്ടിരിക്കുന്ന സ്ഥലം. എൻ്റെ പൊന്നെ, ഇങ്ങനെയുള്ള നമ്മൾ ഒന്നായിരിക്കണം, ചേർന്നിരിക്കണം. കസേരകളൊക്കെ അവിടെ ഇവിടെയും കിടക്കാണ്ട് ഉള്ള കസേരയിൽ മുമ്പോട്ട് ചേർന്നിരുന്നാൽ ബാക്കിയുള്ളവർ വരുമ്പോൾ ഇരിക്കട്ടെ, ഇല്ലെങ്കിൽ കസേര അവിടെ വെറുതെ കിടന്നോട്ടെ. 10 കസേര കൂടുതലിട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, നമ്മൾ ഒന്നായിരിക്കേണ്ടതിന് കർത്താവ് തന്നെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ പറഞ്ഞത്. അവിടെ പറയുന്നു, 23-ാം വാക്യത്തിൽ പിന്നെയും പറയുന്ന കാര്യമാണ്, നീ എന്നെ അയച്ചിരിക്കുന്നു എന്നും നീ എന്നെ സ്നേഹിക്കുന്ന പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകമറിവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ നമുക്ക് ഐക്യതയില്ലാതെ പോയാൽ ഇനി എന്ത് ചെയ്യാൻ പറ്റും? അത് പ്രവർത്തനം തുടങ്ങിയ കാലം പോലെ ഐക്യതയില്ലാതെ വന്നു ശിഷ്യന്മാരുടെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ ഒരു ഭാഗം ഞാൻ വായിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 4-ാം അധ്യായം എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 4:31-32 വേദഭാഗം വായിക്കുമ്പോൾ അറിയാമെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ വായിക്കണ്ട. 4:31-32 ഞാൻ വായിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി എല്ലാവരും ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അത് വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായി തനിക്കുള്ളത് ഒന്നും സ്വന്തമെന്ന് പറഞ്ഞില്ല, സകലവും അവർക്ക് പൊതുവായിരുന്നു. നോക്കി, ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായി തീർന്ന അവരുടെ പ്രത്യേകത അവിടെ എടുത്തു കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഏക ഹൃദയം ഇല്ലാത്തത് കൊണ്ട് പല ഹൃദയങ്ങളാണല്ലോ. ആ ഹൃദയമൊക്കെ ഒരേ രീതിയിലുള്ള ഹൃദയമായിരുന്നെങ്കിൽ ഏതാണ്ട് ബൈബിളിൽ പറയുന്ന എത്രത്തോളം ഹൃദയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 19 വക ഹൃദയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കല്ലായ ഹൃദയമുണ്ട്, മാംസളമായ ഹൃദയമുണ്ട്, നിർമ്മലമായ ഹൃദയമുണ്ട് എന്ന് വേണ്ട ഹൃദയങ്ങളെ കുറിച്ച് ഒരു പട്ടിക തന്നിട്ടുണ്ട്. 19 വക ഹൃദയങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ഏത് ഹൃദയമാണ് നമ്മളിൽ കല്ലായതാണോ നിർമ്മലമായതാണോ ഏതാണെന്ന് നമുക്ക് തന്നെ തിരിച്ചറിവില്ല. കാരണം ചിലപ്പോൾ കല്ല് പോലെയാവും, ചിലപ്പോൾ നിർമ്മലമാകും, ചിലപ്പോൾ ഒന്നുമല്ലാത്തതുപോലെയാവും, ചിലപ്പോൾ ഹൃദയമില്ലാത്തവരെ പോലെയുമായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, സഭയിൽ നമ്മൾ ഒന്നായിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച്, ആ ഐക്യമത്യപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് ഇവരുടെ കർത്താവായ യേശുക്രിസ്തു മുമ്പേ കൊടുത്തിരിക്കുന്ന, അത് പ്രാർത്ഥനയിലൂടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് നാം ചിന്തിച്ചു പോകുന്നത്. എങ്കിൽ നമ്മൾ ഐക്യമത്യപ്പെട്ട് ഏകകണ്ഠമായി നിൽക്കണം. സഭയെക്കുറിച്ച് പറയുന്നത് സഭ ഏകമാണ്, സഭ അപ്പസ്തോലികമാണ്, സഭ ഐക്യമത്യപ്പെട്ടതാണ്.
ഇതൊക്കെ പറയുമ്പോൾ ഏതാ ഏതിൽപ്പെട്ട് എവിടെപ്പെട്ട് എങ്ങനെ പെട്ടെന്ന് ആർക്കറിയാം. പക്ഷേ എവിടെയോ എന്നോ ഏതോ ഒരു കാലത്ത് ഞാൻ വളരെ വിഷമിച്ച് ദുഃഖിച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം കേട്ടപ്പോൾ അത് എനിക്ക് അങ്ങോട്ട് മനസ്സിലായി. എൻ്റെ ദേഹത്ത് കൊണ്ട് എല്ലാം മനസ്സിൽ കൊണ്ടു. അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നു. അങ്ങനെ ഞാൻ അങ്ങനെ വന്നു. പിന്നെ അത് നമ്പിച്ചാറ് പറഞ്ഞു സ്നാനപ്പെട്ടു. അത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു ഞാൻ സ്നാനപ്പെട്ടേച്ചും പിന്നെ വേറെ വന്നിരുന്നു, സഭയിൽ വന്നിരുന്നു. എന്തെന്ന് പറഞ്ഞാൽ തെക്കെന്ന് പറഞ്ഞാൽ തെക്ക് അതാണെന്നറിയില്ല, വടക്കെന്ന് പറഞ്ഞാൽ വടക്ക് അതാണെന്നറിയില്ല, കിഴക്കെന്ന് പറഞ്ഞാൽ കിഴക്ക് അതാണെന്നറിയില്ല, പടിഞ്ഞാറെന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് അതാണെന്നറിയില്ലാത്ത മാതിരി ഇങ്ങനെ ഇരിപ്പ് തുടങ്ങിയിട്ട് കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടക്കന്മാരായിരിക്കേണ്ടുന്ന നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പഴയ ആദ്യ പാഠങ്ങളെ തന്നെ വീണ്ടും ഉപദേശിച്ചു തരുവാൻ ആ പാലല്ല നിങ്ങൾ കുടിക്കാൻ, കട്ടിയായുള്ള പാല് വന്നാലോ എന്ത് ചെയ്യാൻ പറ്റും? അതിനെ വകതിരിച്ചറിയുവാനുള്ള ഇന്ദ്രിയ ജയമുള്ളവർക്കേ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഞാൻ അധികം ദൂരത്തേക്ക് പോകുന്നില്ല. എല്ലാ സമയത്ത് തന്നെ ആയിക്കോട്ടെ. കാരണം സമയത്ത് തന്നെ നിർത്തിയ സമയത്ത് തന്നെ എനിക്കും പോകാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്കും പോകാൻ പറ്റില്ല. ഞാനൊരു പ്രസംഗം നിർത്തുന്ന ആൾ, പ്രസംഗം കിട്ടി കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ പറ്റും. അപ്പം ഇവിടെ നോക്കൂ, നമ്മൾ ചിന്തിക്കുക. ഇവിടെ പറയുന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ ഒരു ഏക ഹൃദയമുള്ളവരായി നമ്മൾ ആയിരിക്കണം എന്ന് പറയുന്നു. ഐക്യമത്യപ്പെട്ടവരായിരിക്കണം, ഒന്ന് തന്നെ സംസാരിക്കണം. പൗലോസ് അത് പറയുമ്പോൾ അങ്ങനെ പറയുന്നു. അത് ഇവിടെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, കൊരിന്ത്യ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും അവിടെയും പറയുന്നത് ഈ കാര്യം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ് പൗലോസ്. 3:3 വരുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡിയന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? ഒരുത്തൻ ഞാൻ പൗലോസിൻ്റെ പക്ഷക്കാരൻ എന്നും മറ്റൊരുത്തൻ അതെ ഞാൻ അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരമെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ എന്താണ് നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെയാ? ഇവിടെ നോക്കൂ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരുണ്ട്. ആ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതും അപ്പസ്തോലൻ പറഞ്ഞതും കർത്താവ് പറഞ്ഞതും. അപ്പോൾ മനസ്സിലായല്ലോ, കർത്താവ് പറഞ്ഞത്, അപ്പസ്തോലൻ പറഞ്ഞത്, ഇപ്പോൾ വേണ്ടി വന്നാൽ ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞത്. അപ്പോൾ ഈ പറഞ്ഞതൊക്കെയും ആര് പറഞ്ഞതാ? ദൈവവചനത്തിൽ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എത്ര പേർക്ക് അത് അപ്രകാരമായിരിക്കാൻ കഴിയുന്നുണ്ട്? എന്തെങ്കിലും ഒഴിവൊഴിവ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവൊഴിവ് പോലെ നടക്കുകയല്ലേ നമ്മളെല്ലാവരും. ഒന്നായിട്ടിരിക്കാൻ കഴിയുന്നുണ്ടോ? പ്രാർത്ഥന നടത്തി ഒന്നായിരം മാസത്തിലൊരിക്കൽ ആക്കിയെന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് ആ കാര്യം എടുത്ത തീരുമാനം അങ്ങനെയാണ്. ഏത് തീരുമാനത്തെയും നാം അംഗീകരിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, അവിടെ നോക്കൂ, നമ്മൾ ചുരുക്കം പേര് വന്നു. അപ്പോൾ ആ മാസത്തിലൊരിക്കലായിട്ടും വരാനുള്ള സാധ്യതകളൊക്കെ ആളുകൾക്ക് കുറവാണ്. എന്തുകൊണ്ടാവട്ടെ, അത് ഞാനും വരാത്ത സമയങ്ങളുണ്ട്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ആ ഒന്നായിരിക്കുന്ന, ഐക്യമത്യപ്പെട്ടിരിക്കുന്ന, ആ ഒന്ന് തന്നെ സംസാരിക്കുന്ന ആ രീതി നമ്മളുടെ സഭയിലുണ്ടെങ്കിൽ സഭയിൽ നാളെ ആൾ കടന്നു വരും. ഞാനും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല. ഈ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർ ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ ആരാണ്, നമ്മളെങ്ങനെയാണ്, നമ്മളെവിടെയാണ് പോകുന്നത്. നമ്മൾ അവിടെ പോയിട്ട് അത് തിരിച്ചു വരുമ്പോൾ ഒരു നോട്ടമുണ്ട്. ആ തിരിച്ചു വരുമ്പോൾ ഉള്ള നോട്ടത്തിൽ സംഗതി എല്ലാം പാടി പള്ളി പോകുമ്പോൾ ഒക്കെ അതിഭക്തിയോടുകൂടി നല്ല വസ്ത്രമൊക്കെ അണിഞ്ഞ് അടിപൊളിയായിട്ട് പോരുന്നു. പള്ളി കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോകുമ്പോഴോ ആ ഭക്തിയൊക്കെ മാറി എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? ഇന്ന് ഉപദേശിക്ക് വേറെ കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും ഇല്ല, വേറൊന്നും സംസാരിക്കാൻ കണ്ടില്ലേ? ഈ ഒന്നായിട്ട് തന്നെ ഇരിക്കുന്ന കാര്യം പറയാനുള്ളൂ, വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കും. അല്ല, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണോ ഇപ്പോൾ പള്ളിയിൽ വന്ന് പറയണ്ടേ എന്ന് ചിലർ പറയും. അത് വേറൊരുത്തും വേറൊരു രീതിയിലും പറയും. അങ്ങനെ പറയും. അപ്പോൾ തന്നെ കഴിഞ്ഞു, നമ്മൾ പള്ളി കൂടിയതും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്ന കാര്യം വീണ്ടും ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയിട്ട്, സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിലും ഏക അഭിപ്രായത്തിലും യോജിച്ചിരിക്കുകയും വേണം. അത് സഭ ആയിരിക്കുമ്പോൾ അത് ഏക അഭിപ്രായമുള്ളവരായിരിക്കണം, ഏകമായിരിക്കണമെന്നാണ് നമ്മൾക്ക്
അവസാനമായി ഒരു വേദഭാവം കൂടി വായിച്ചിട്ട് ആ ഒന്നായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് വചനം എന്ത് പറയുന്നു, എവിടെ നിന്ന് ഇത് ഉത്ഭവിക്കുന്നു എന്ന് നോക്കുക. അതോടെ വാക്കുകളെ അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 1:1 അത് നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാമോ? യോഹന്നാന്റെ സുവിശേഷം 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ആദിയിൽ എന്തുണ്ടായിരുന്നു? ആദിയിൽ തന്നെ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ വചനം ആരോട് കൂടെയായിരുന്നു? ദൈവത്തോടു കൂടെ ആയിരുന്നു എന്ന് പറയുന്നു. പിന്നെ എന്താണ് പറയുന്നത്? ആ വചനം ദൈവത്തോടു കൂടി ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് പറയുമ്പോൾ ഈ വചനം തന്നെയാണ് മറിയയുടെ ഗർഭത്തിൽ ജഡമായി വളർന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. വചനം ജഡമായി വളർന്നല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ആദിയിൽ ഉണ്ടായിരുന്ന വചനത്തിൻ്റെ പ്രത്യേകത ഇവിടെ പലപ്പോഴും കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒന്നായിരിക്കാൻ ആ വചനത്തോടു കൂടെ ദൈവത്തോടു കൂടെ ഞാനും പിതാവും ഒന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ ചേർന്നിരിക്കുന്നത് പോലെ നമുക്ക് അതേ ആഗ്രഹം അതുപോലെ എല്ലാവരും ആകേണ്ടതിന്, ഒന്നാകേണ്ടതിന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് പ്രിയപുത്രൻ പിതാവിനോടാണ് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.